ടോബി ജോൺസൺ ദേവനന്ദൻ്റെ വീട്ടിൽ നിന്ന് ചേരുന്നു. ടോബി, നമുക്ക് ആ മേഖല കണ്ടാൽ അറിയാം, ഒരു ഗ്രാമീണ മേഖലയാണ്, ഒരു ഗ്രാമത്തിൻ്റെ പ്രതീക്ഷയുമായി പോയതാണ് ദേവനന്ദൻ. പക്ഷേ ഇങ്ങനെയാണ് സംഭവിച്ചത്. തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകൾ തന്നെയായിരുന്നു. 2 മാസം മുൻപാണ് ദേവനന്ദ് MBBSന് ചേർന്നത്. അന്നു മുതൽ തന്നെ വലിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ഈ കുടുംബത്തിനും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ ഈ വാർത്ത വരുമ്പോൾ ഇങ്ങനെ ദേവനന്ദ് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വലിയ സംശയമായിരുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് ആ വാർത്ത മാറി മറിഞ്ഞത് മണിക്കൂറുകൾ കൊണ്ടാണ്. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ തറവാട്ട് വീട്ടിലേക്ക് ദേവനന്ദ് അവധിക്കാലങ്ങളിൽ എത്തിയിരുന്ന ആ തറവാട്ട് വീട്ടിലേക്ക് മൃതദേഹം കൊണ്ടുവന്നത്. നിരവധി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ നമ്മൾ വരുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത്. അവരോട് നമ്മൾ സംസാരിച്ചിരുന്നു. അവർക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും ദുഃഖത്തിലാണ്, വേദനയിലാണ് അവർ. കാരണം തങ്ങളുടെ ഒരു പേരക്കുട്ടി അവധിക്കാലങ്ങളിൽ ആഘോഷിക്കാൻ വേണ്ടി ഈ വീട്ടിലേക്ക് ഓടിയെത്തുന്ന, അവരെ വന്ന് സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയുമൊക്കെ ചെയ്യുന്ന ആ കുട്ടി ജീവൻ വെടിഞ്ഞു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവർ അതിൽ അത്രത്തോളം ദുഃഖത്തിലായിരുന്നു. നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി കൂടിയാണ്. അതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ അച്ഛൻ ബിനുരാജ് നേരത്തെ തന്നെ ഏകദേശം ഒരു 10-20 വർഷത്തിലധികമായിട്ട് മലപ്പുറത്ത് ഒരു കോട്ടക്കലിൽ ഒരു അധ്യാപകനായി ജോലി ചെയ്യുകയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ രഞ്ജിമോൾ അവിടെ തന്നെ സെയിൽ ടാക്സ് ഓഫീസറാണ്. അപ്പം മലപ്പുറം കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ ചെറുപ്പകാലത്തെ പഠനവും മറ്റു കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നത്. എന്നിരുന്നാൽ പോലും ഈ പറയുന്ന മറ്റക്കര എന്ന് പറയുന്ന നാടിനും അവർ പ്രിയപ്പെട്ടവരായിരുന്നു. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +2 പഠിച്ചത് കാഞ്ഞിരപ്പള്ളിയിലാണ്. അപ്പോൾ ഈ കുടുംബവുമായി ബന്ധപ്പെട്ട് ഈ തറവാട്ട് വീട്ടിൽ നിരന്തരം വരുന്ന കുട്ടിയായിരുന്നു. അങ്ങനെ വലിയൊരു ആത്മബന്ധം ഈ ആളുകളുമായിട്ടും ഇവിടുത്തെ വീട്ടുകാരുമായും, ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് മുത്തശ്ശനും മുത്തശ്ശിയുമായിട്ടുമൊക്കെ വലിയ ബന്ധമുള്ള ഒരു കുട്ടിയായിരുന്നു. ഈ 2 മാസം മുമ്പ് MBBS കിട്ടിയെന്നറിഞ്ഞപ്പോൾ ചേട്ടൻ്റെ പാതയിൽ, ചേട്ടൻ ദേവദത്തും MBBS സ്റ്റുഡൻ്റാണ്, 3ാം വർഷ വിദ്യാർത്ഥിയാണ്. അപ്പോൾ അതേ പാതയിൽ തന്നെ ഇളയ മകൻ ദേവനും കൂടി വരുന്നു എന്ന് കേട്ടപ്പോൾ അതൊക്കെ വലിയ സ്വപ്നങ്ങളാണ്. ഒരുപക്ഷെ ഒരു ഡോക്ടറായി ഈ ദേവനന്ദും ഇവിടേക്ക് എത്തുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ അതെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇന്നലെ രാത്രിയോടുകൂടി വന്ന വാർത്ത ഏവരെയും ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ്. ഇവിടെ വരുന്ന ഓരോരുത്തർക്കും അത്ഭുതമായിരുന്നു. നമ്മൾ രാവിലെ ഇവിടുത്തെ മെമ്പറെയൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവർക്കൊക്കെ അത് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാർത്തയായിട്ടാണ് അവരെല്ലാം നമ്മളോട് പ്രതികരിച്ചത്. എന്തായാലും ആ സംസ്കാര ചടങ്ങുകൾ നാളത്തേക്കാണ് വെച്ചിരിക്കുന്നത്. നാളെ 2 മണിക്കാണ്. കാരണം മലപ്പുറത്തായിരുന്നു ഇവരുടെ കൂടുതൽ കാലത്തെയും താമസം. അതുകൊണ്ട് തന്നെ അവിടെയാണ് കൂടുതൽ സുഹൃത്തുക്കളും മറ്റുമെല്ലാം ഉള്ളത്. അവർക്കെല്ലാം വരാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കുന്നതിന് വേണ്ടിയാണ് സംസ്കാര ചടങ്ങുകൾ നാളേക്ക് വെച്ചിരിക്കുന്നത്. നാളെ 2 മണിയോടുകൂടി തന്നെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മറ്റക്കരയിലെ തറവാട് വീടിൻ്റെ പിൻവശത്തായിട്ടാണ് ചിതയൊരുക്കുന്നത്. നമ്മളിവിടെ വന്നപ്പോൾ, ആ മൃതദേഹം കൊണ്ടുവന്നപ്പോൾ കണ്ട ഒരു വലിയൊരു കാഴ്ച എന്ന് പറയുന്നത് സഹോദരൻ ദേവദത്ത് അത് ഈ അനിയൻ്റെ മൃതദേഹത്തിലേക്ക് വന്ന് ഉമ്മ കൊടുക്കുന്ന, ചുംബനം കൊടുക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതൊരു നെഞ്ച് തകർക്കുന്ന ഒരു കാഴ്ചയാണ് എന്ന് പറയാതെ വയ്യ. കാരണം അത്രത്തോളം പ്രതീക്ഷ, തൻ്റെ അനിയനും തന്നോടൊപ്പം തന്നെ MBBSലേക്ക് കടന്നു വരുന്നു, ഒരുമിച്ച് പഠിക്കുന്നു. പഠനത്തിൽ വലിയ മികവ് തെളിയിച്ച 2 വിദ്യാർത്ഥികളായിരുന്നു അവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ വലിയൊരു ദുഃഖം തന്നെയാണ് ഈ കുടുംബത്തിനും അതുപോലെ തന്നെ ഈ നാട്ടുകാർക്കുമെല്ലാം ഉണ്ടായിട്ടുള്ളത്. മലപ്പുറത്ത് നിന്നുള്ള ആളുകൾ, അവരുടെ കോട്ടക്കൽ പ്രദേശത്ത് അവർ താമസിക്കുന്ന നാട്ടിലുള്ള ആളുകളൊക്കെ തന്നെ അവിടെ ആ വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നുള്ള ഒരു വിയോഗത്തിന്റെ ആഘാതം അത് എത്രത്തോളം ഉണ്ടാകുമെന്ന് നമുക്ക് വാക്കുകൾ കൊണ്ട് വരച്ചിടുന്നതിൽ പരിമിതികളുണ്ട്. എന്തായാലും ഈ 5 പേരുടെയും പ്രിയപ്പെട്ടവർക്ക്, മാതാപിതാക്കൾക്ക്, സുഹൃത്തുക്കൾക്ക് അത് ഉൾക്കൊള്ളാനുള്ള കരുത്തുണ്ടാകട്ടെ.